ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ സിന്ധുദുർഗിലെത്തിയിരിക്കുകയാണ്. മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വണ്ടി നല്ല ലേറ്റായിരുന്നു. അപ്പം രാവിലെ നമ്മൾ കൊങ്കൺ പാതയിലാണ് കയറിയിരിക്കുന്നത്. ഏകദേശം 7:25 വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ഫുള്ള് വണ്ടി നിർത്തിയാണ് വന്നത്. കാരണം ഇത് ഒരു പാസഞ്ചർ ട്രെയിൻ ഓടുന്നത് പോലെയാണ് ഈ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. കാരണം ഈ കൊങ്കൺ റെയിൽവേയിൽ മൊത്തം ക്രോസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഈ വണ്ടിക്ക് നല്ല പണി കിട്ടിയിരിക്കുന്നത്. നമുക്കും പണി കിട്ടി. നമ്മളൊരു 2-3 മണിക്കൂർ വണ്ടി ലേറ്റായിട്ടാണ് ഇപ്പോൾ ഓൾറെഡി ഓടുന്നത്. എനിക്ക് തോന്നുന്നു അതൊരു 4-5 മണിക്കൂറിലോട്ട് നീങ്ങുന്നതാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം അത്രയ്ക്ക് ഡിലേ ആണ്. എല്ലായിടത്തും നിർത്തിയാണ്. ഗുഡ്സ് ട്രെയിൻ പോകാനും പാസഞ്ചർ ട്രെയിൻ പോകാനും എല്ലാത്തിനും വണ്ടി നിർത്തിയാണ് പോകുന്നത് കേട്ടോ. ഇത്രയും സൂപ്പർ ഫാസ്റ്റ് AC എക്സ്പ്രസ് ആയിട്ട് പോലും ഇത്ര ഡിലേ ആയത് തന്നെ ഞങ്ങൾ ചിന്തിക്കുകയാണ്, എന്താണ് ഇങ്ങനെ. കേരളത്തിൽ കയറിയപ്പോൾ തന്നെ, കേരളത്തിലോട്ട് വന്നപ്പോൾ തന്നെ വണ്ടി ഡിലേ ആയിരുന്നു. അരമണിക്കൂറായിരുന്നു, അത് പിന്നെ 1 മണിക്കൂറായി. പിന്നെ അത് കുറഞ്ഞ് വന്നായിരുന്നു. പിന്നെയും ഡിലേ ആയാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്താവും എന്നറിയില്ല. എന്നാലും ഒരു ടണലൊക്കെ കയറി വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളിപ്പോൾ മഹാരാഷ്ട്ര എത്തിയിരിക്കുകയാണ് കേട്ടോ. മഹാരാഷ്ട്രയിലാണ് ഇപ്പോൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞങ്ങളുടെ കമ്പാർട്ട്മെൻറ്റ് ഫുള്ള് ഫില്ലായി. കാരണം ഗോവയിൽ നിന്നൊക്കെ ആൾക്കാർ കയറാറുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ അവരെല്ലാം കയറിയപ്പോഴത്തേക്കിന് സീറ്റെല്ലാം ഫുള്ളായിട്ടുണ്ട്. എല്ലാ ഹിന്ദിക്കാരാണ് കൂടുതലും, ജോലി ചെയ്യുന്നവരാണ് ഏറ്റവും കൂടുതൽ. അങ്ങനെ നമ്മളിങ്ങനെ വണ്ടി, രാവിലത്തെ ചെറിയ മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ രത്നഗിരി എത്തിയിരിക്കുകയാണ് വണ്ടി. രത്നഗിരി എത്തിയപ്പോൾ തന്നെ വണ്ടി 1 മണിക്കൂറിന് മുകളിൽ ലേറ്റായി. ഇനി അങ്ങോട്ട് എന്തായാലും ലേറ്റ് കൂടി വരികയുള്ളൂ. അപ്പോൾ രത്നഗിരി സ്റ്റേഷനിൽ എത്തിയപ്പോൾ ബടാപ്പാവും പിന്നെ അതുപോലെ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു സ്റ്റേഷൻ കൂടിയാണ്. ബടാപ്പാവിൻ്റെയൊക്കെ കേന്ദ്രമാണ് കേട്ടോ. ബടാപ്പാവ് വേണ്ടവർക്ക് രത്നഗിരി സ്റ്റോപ്പ് എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ബടാപ്പാവ് മേടിക്കാം. പിന്നെ വടപ്പാവ് മേടിക്കാൻ വേണ്ടി ദൂരോട്ടങ്ങും പോണ്ട, സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ഈ സംഭവം എത്തും. ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ വരും. പിന്നെ വണ്ടി കിട്ടാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് വടപ്പാവും പിന്നെ ഫ്രൂട്ട്സൊക്കെ വേണ്ടവർ പ്ലാറ്റ്ഫോമിൽ തന്നെ മേടിക്കുക. ബോക്കി റെയിൽവേ സ്റ്റേഷനാണ്. ഇതൊരു ക്രോസിങ് സ്ഥലമാണ് കേട്ടോ, ബോക്കി എന്ന് പറയുന്നത്. ഇവിടെ കുറച്ച് പിന്നെ ട്രാക്കിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ഇവിടെ പിടിച്ചിടാൻ ചാൻസ് ഉണ്ട്. വണ്ടി സ്ലോയിലാണ് വന്നത്. ബോക്കി എത്തിയപ്പോഴത്തേക്കിന് 1.5 മണിക്കൂർ ഡിലേ ആയിട്ടുണ്ട്. അതിൻ്റെ ബോക്കി റെയിൽവേ സ്റ്റേഷനാണ് ഇത്. ഇവിടെ കൂലിക്ക് പണി ചെയ്യുന്നവരാണ്. 200-300 രൂപയ്ക്ക്, 300-350 രൂപ, 400 രൂപ അതിനകത്തൊക്കെ ഇവർക്ക് ശമ്പളം വരത്തുള്ളൂ. അങ്ങനെ ജോലി ചെയ്യുന്നവരാണ് ഈ ട്രാക്കിൽ പണിയുന്നവർ. ഇവർ
ഗൈസ് അങ്ങനെ ബൊക്കെയെല്ലാം കഴിഞ്ഞു. അങ്ങനെ കുറച്ച് മുന്നോട്ട് വരികയാണ്. കണ്ട ആ ഒരു വീട് കണ്ടില്ലേ, മഹാരാഷ്ട്രയിലെ കേരള മോഡൽ വീടാണ്. ഞാൻ ആദ്യമായിട്ട് കണ്ടതാണ്. അങ്ങനെ നമ്മൾ കുറച്ച് മുന്നോട്ട് നിന്നപ്പം അടുത്ത സ്ഥലത്തും വണ്ടി പിടിച്ചിട്ടേക്കാണ്. ഇതൊരു ഗുഡ്സ് പോകാൻ വേണ്ടി പിടിച്ചിട്ടേക്കാണ് കേട്ടോ. കണ്ടില്ല, ഈ ഗുഡ്സ് പോകാൻ വേണ്ടി നമ്മളെ വണ്ടി വീണ്ടും പിടിച്ചിട്ടേക്കാണ്. ഇപ്പോൾ 1.5 മണിക്കൂറിന് മുകളിലോട്ട് വണ്ടി ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ നമ്മുടെ പിന്നെ കോയമ്പത്തൂർ ഹിസാർ AC സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് പാസഞ്ചർ ട്രെയിനെക്കാട്ടിയും കഷ്ടത്തിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ റോഹ റെയിൽവേ സ്റ്റേഷനായി. റോഹയിൽ വലിയ രീതിയിൽ ലേറ്റായിട്ടില്ല, വേറെ ക്രോസിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ റോഹ പാസ് ചെയ്ത് ഇനി അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. അപ്പം ഗൈസ് ഇപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില ടൈമിങ്ങൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്നായിരുന്നു. ഇന്ന സ്ഥലത്തെല്ലുമ്പം ഫുഡ് മേടിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ നമ്മൾ വിചാരിച്ചതാണ്. പക്ഷേ നടക്കത്തില്ല. ആണെന്ന് പറഞ്ഞാൽ വണ്ടി നല്ല ലേറ്റായിപ്പോയി. നമ്മൾ ഫുഡെല്ലാം ക്യാൻസൽ ചെയ്തു. അതുകൊണ്ട് സോമറ്റ്നി എന്ന് പറയുന്നൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെയും വണ്ടി പിടിച്ചിട്ടേക്കാണ്. അപ്പോൾ എണ്ണാവുന്ന രീതിയിൽ എത്ര സ്ഥലത്ത് വണ്ടി പിടിച്ചിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും ഈ വണ്ടി എത്രമാത്രം ലേറ്റായിട്ടാണ് ഓടുന്നതെന്ന്. വണ്ടിയിലിരിക്കുന്നവർക്ക് എല്ലാവർക്കും നല്ല ബുദ്ധിമുട്ടുണ്ട്. പിന്നെ AC ആയതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടിരിക്കുന്നു. സ്ലീപ്പറിൽ അങ്ങനെ ആയിരുന്നെങ്കിൽ ചൂട് പിടിച്ച് ആകെ പെട്ടുപോയനെ. आमिर खान पहले इसी बिल्डिंग में रहता था। अब जाके बंगला लिया। अभी भी कहीं ना फ्लैट्स नहीं रहते, कई जगह क्या उसका उतर के देखिए रात के समय में चला चकाचक अपने सब जगह रहे अपने सब अभी जैसे ही रोड में जगह अपने सब अभी दूसरी जगह ഗൈസ് അങ്ങനെ പനവേൽ റെയിൽവേ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. പനവേൽ സ്റ്റേഷനിൽ എത്തിയപ്പോൾ തന്നെ 2 മണിക്കൂറിന് മുകളിലോട്ട് ലേറ്റായി വണ്ടി. ഇവിടെ കുറേ നേരം പിടിച്ചിട്ട് ഇനി ഇവിടെ വെള്ളം പമ്പയൊക്കെ ചെയ്തിട്ടൊക്കെ വണ്ടി ഇവിടുന്ന് വിടുകയുള്ളൂ. അപ്പോൾ നമ്മൾ പനവേൽ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മളെ വണ്ടി ലേറ്റായി ഓടി അങ്ങനെ നമ്മൾ നേരെ ഇനി പോകുന്നത് എന്താണ്, ഗുജറാത്ത് സ്ഥലത്തോട്ടാണ്. ഗുജറാത്ത് പിന്നെ രാജസ്ഥാൻ, ആ റോഡിലോട്ടൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് തുടർന്നുള്ള വീഡിയോ വരുന്നതായിരിക്കും. അപ്പം നമ്മുടെ യാത്രയിലെ ചില നല്ല ഭാഗങ്ങളൊക്കെ നൈറ്റൊക്കെ കഴിഞ്ഞു. നല്ല സ്ഥലങ്ങളെല്ലാം നൈറ്റെല്ലാം കഴിഞ്ഞു. അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം ഇനിയുള്ള ഉള്ള വീഡിയോകളെല്ലാം മാക്സിമം ഞാൻ ഇതിനകത്ത് കവർ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ മഹാരാഷ്ട്ര വണ്ടി ഓടി ഗുജറാത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അഹമ്മദാബാദ് ഗുജറാത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് കേട്ടോ. അതുകൊണ്ട് അവിടെ ഒരു CISF ഉദ്ദേശം നിൽക്കുന്നുണ്ടല്ലേ, എന്താണെന്നറിയില്ല. പുള്ളി ട്രാക്കിൽ കുറേ നേരം കൊണ്ട് നിൽപ്പുണ്ട്. നമ്മുടെ വണ്ടി ഇവിടെയും പിടിച്ചിട്ട് ഒരു വണ്ടി പോകാൻ വേണ്ടി. അപ്പം അവിടെ ആ ഒരു കെട്ടിടം കണ്ടത് പ്രേതാലയം പോലെ ഉണ്ട്. ഈ ഒരു ട്രെയിൻ പോകാൻ വേണ്ടി കുറേ നേരം പിടിച്ചിട്ട്, പക്ഷേ എന്നാൽ അവിടെ ക്രോസിങ്ങോ കാര്യങ്ങളൊന്നുമില്ല, ഡബിൾ ലൈനാണ്. എന്താണെന്നറിയില്ല, അവിടെയും വണ്ടി പിടിച്ചിട്ടു. അപ്പോൾ നമ്മുടെ ഇഴഞ്ഞിഴിഞ്ഞുള്ള യാത്രകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് എല്ലാവരും കണ്ട് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് മുന്നോട്ട് പോകും കേട്ടോ.